പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മംഗൾയാൻ ദൗത്യം ലക്ഷ്യമിട്ട ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചൊവ്വ. അടുത്ത ചോദ്യം, ആകാശവാണി ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1936. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം? ആൻസർ ഓപ്ഷൻ എ ആണ്, നായർ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പേരാൽ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാഡം കാമ. ഇരവികുളം ദേശീയ പാർക്ക് ഏത് മൃഗസംരക്ഷണ കേന്ദ്രമായി അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, വരയാട്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 20. ഇംഗ്ലീഷിൽ ഗാന്ധിജി ആരംഭിച്ച വാരികയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, യങ് ഇന്ത്യ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് നിയമിതനായ കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫസൽ അലി കമ്മീഷൻ. ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ. ലാഭപ്രഭ ഏതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈദ്യുതി. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഇന്ത്യയിൽ സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജർമ്മനി. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഇന്ത്യയിൽ സ്ഥാപിച്ചത് ജർമ്മനി രാജ്യത്തിന്റെ സഹായത്തോടെ കൂടെയാണ്. ഇന്ത്യയിൽ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1974. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്, വയനാട്. കേരളത്തിലെ ഏക വൻകിട തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊച്ചി. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിദ്യാപോഷിണി. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം? ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള കൗമുദി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുതിരമ്പുഴ. എന്തിനെതിരെയായിരുന്നു നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭരണഘടനാ പരിഷ്കരണം. 2013 രൂപം കൊണ്ട കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ്, മലപ്പുറം. പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കെ രാഘവൻ മാസ്റ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മദ്രാസ് മെയിൽ. ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭൂട്ടാൻ. ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് യഥാക്രമം? ആൻസർ ഓപ്ഷൻ എ ആണ്, കുങ്കുമം, വെള്ള, പച്ച. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദ് സ്വരാജ് എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗുജറാത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ഏത് സമ്മേളനത്തിൽ വച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂററ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1993. ദേശീയ ചിഹ്നത്തിന്റെ ചുവട്ടിലായി കാണുന്ന സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത് ഏത് ഗ്രന്ഥത്തിൽ നിന്ന്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മുണ്ടകോപനിഷത്ത്. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ആരുടെ വാക്കുകളാണിവ? ആൻസർ ഓപ്ഷൻ സി ആണ്, വാഗ്ഭടാനന്ദൻ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്, ചെന്നൈ. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാങ്കിംഗ്. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരങ്ങൾ നൽകേണ്ട സമയപരിധി എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 30 ദിവസം. ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബംഗാളി. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സുപ്രീം കോടതി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരമില്ല, 941. അടുത്ത ചോദ്യം, അനർട്ടിന്റെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ വച്ച്? ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1907. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ് തിരൂർ. 1925 കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടി അംഗം ആരാണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. തീവ്രവാദ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യുന്നതിനായി 1984 ജൂൺ മാസത്തിൽ ഇന്ത്യൻ സേന സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത്. 2013 വയലാർ അവാർഡ് കരസ്ഥമാക്കിയ ശ്യാമമാധവം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫയർ ചോദ്യമാണ്. നിലവിൽ 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അവാർഡ് നേടിയത്. കാണ്ട്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗുജറാത്ത്. സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഇടക്കാല മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ ബി ആണ് 1946 സെപ്റ്റംബർ 2. ഭരണഘടനയുടെ 19ാം അനുച്ഛേദം പൗരാവകാശത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് 6. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭവാനി. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം? ആൻസർ ഓപ്ഷൻ സി ആണ് കുട്ടനാട്. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ആൻസർ ഓപ്ഷൻ എ ആണ് പഴശ്ശിരാജ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശാസ്താംകോട്ട കായൽ. താഴെ പറയുന്നവയിൽ ഏതിലൂടെയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജിയുടെ പ്രവേശനം? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആത്മാറാം പാണ്ഡുരംഗ്. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്ര. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കുത്തുങ്കൽ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടുന്നതിനായി കോടതിയിൽ സമർപ്പിക്കുന്ന റിട്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹേബിയസ് കോർപ്പസ്. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിനു ശേഷം ഭരണാധിപയായി അവരോധിക്കപ്പെട്ടത് ആരെയാണ്? ഈ ചോദ്യവും PSC ഇതിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന താപവൈദ്യുത നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാമഗുണ്ടം. BT ഭട്ടതിരിപ്പാട് രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പൂർണ്ണാന്തര പ്രതിപതനം. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്യാങ്.
പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 17 മീറ്റർ. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ട്രീഷ്യം. താഴെ പറയുന്നവയിൽ ഭൗമഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് യുറാനസ്. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജിപ്സം. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായി ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 95 ഡിഗ്രി ഫാരൻഹീറ്റ്. ഒരു ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രകാശോർജവും താപോർജവുമാണ് ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാക്കാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഔഷധങ്ങളെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആന്റിസെപ്റ്റിക്കുകൾ. പ്രവൃത്തിയുടെ നിരക്കിന്റെ യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ എ ആണ് വാട്ട്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം? ആൻസർ ഓപ്ഷൻ സി ആണ് വൃക്ക. ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ആൻസർ ഓപ്ഷൻ എ ആണ് കണ. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡെങ്കിപ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ് പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള? ആൻസർ ഓപ്ഷൻ ബി ആണ് നെല്ല്. താഴെ പറയുന്നവയിൽ സങ്കരയിനം മരിച്ചിനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശ്രീ വിശാഖം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി ആണ് പന്നിയൂർ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സിംഹവാലൻ കുരങ്ങ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജൂൺ 5. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബൈഡ്. അന്നത്തെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് 80 GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു.